ഇപ്പോൾ ശരണ്യ സ്വാഭാവിക മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് മെല്ലെ ഇറങ്ങുകയാണ്. ഇനി അവസാനവട്ട ഒരു ചെറിയ നടപടിക്രമങ്ങൾ മാത്രമാണുള്ളത്. ഇതോടൊപ്പം അവസാനം എല്ലാം മെഡിക്കൽ ചെക്കപ്പ് എല്ലാം പൂർത്തിയായി. അവസാനം ഒരു ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ശേഷം ഡോക്ടർമാരോടുമൊക്കെ നഴ്സുമാരോടുമൊക്കെ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ശരണ്യ അടക്കം ഇവിടെയുണ്ട്. മെല്ലെ ഇനിയിപ്പോൾ ഇതിന് ശേഷം പോവുകയാണ്. ഇപ്പോൾ ഒരു താരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളും ഒക്കെ തന്നെയാണ് വരുന്നത്. ശരണ്യ, എങ്ങനെയായിരുന്നു ഈ 4 ദിവസം എങ്ങനെ കഴിച്ചു കൂട്ടി? ആകെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞേട്ടോ. വെള്ളം കുടിച്ച് ജയിച്ചു. അത് എങ്ങനെയായിരുന്നു അവിടുത്തെ ആ സംഭവം? ഒന്ന് ചുരുക്കി പറയാം. ഇനിയോ പെട്ടെന്ന് വഴി തെറ്റി ഒരു 640 വരെ നടന്നു. പിന്നെ ഒരു പാറയും ഒരു സ്ട്രീം ഉണ്ടായിരുന്നു, അവിടെ സ്റ്റേ ചെയ്തു. അപ്പൊ ഈ വീട്ടിൽ ചെന്നാലേ ഈ അമ്മയും അച്ഛനും ഒക്കെ നിനക്ക് വെച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പായിട്ടും കേൾക്കേണ്ടി വരും. ഉറപ്പായിട്ടും. വേറൊരു കാര്യം ചോദിക്കട്ടെ, വേറെ അടുത്ത ട്രക്കിംഗ് പ്ലാൻ ചെയ്തോ? പ്ലാൻ ആയിട്ടില്ല, പോണം. എവിടാണ് ഇനി അടുത്തത്? എവിടാ പ്ലാൻ ആയിട്ടില്ല, ചൂട് കാലം ഒന്ന് കഴിഞ്ഞു. എന്തൊക്കെ വാട്ടർ, ഓൺലി വാട്ടർ. വെള്ളം മാത്രമാണ് കുടിച്ചതെന്നാ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ നേരെ വീട്ടിലേക്കാണോ? വീട്ടിലേക്ക്. അപ്പം അച്ഛനമ്മയൊക്കെ വിളിച്ചില്ലേ? വിളിച്ചു, എല്ലാരും വിളിച്ചു. എന്താ പറഞ്ഞേ? ഇപ്പൊ ഓക്കെയാണ്. വീട്ടിൽ ചെന്ന് ഇനി എന്തുണ്ടാവും? നീ ഇങ്ങോട്ട് വാ, നിനക്ക് തരാം. ഒരു മൂടാണ്. എന്തായാലും ഹാപ്പിയാണ്. അടുത്ത ട്രക്കിങ്ങും പ്ലാൻ ചെയ്തിട്ടില്ല. കൂട്ടുകാരൊക്കെ കണ്ടോ? കൂട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇല്ല, അവരെ കണ്ടില്ല. അല്ല, കൂട്ടുകാർ പറഞ്ഞതേ അവൾക്കൊന്നും ഇതൊരു പുത്തരിയല്ല, ഇതിലും വലിയ കാട് കണ്ടതാ. അതെ. ഏതായാലും ഇനിയിപ്പം വീട്ടിലേക്ക് പോകുന്നു. അച്ഛനെ ഒക്കെ വിളിച്ചു. ഓക്കെ, അപ്പം എന്തായാലും നന്നായി. അമ്മാവനും ഉണ്ട്. വീട്ടിലേക്ക്. അപ്പം എന്തായാലും എല്ലാവരും ഉണ്ട്. ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും അടുത്ത ട്രക്കിംഗ് അടക്കം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ല, എങ്ങോട്ടാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇനിയിപ്പം മെല്ലെ ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ കഴിഞ്ഞു. വീട്ടിലേക്കൊക്കെ തന്നെ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനടക്കമുള്ള ഈ എല്ലാ നടപടിക്രമങ്ങളും ഒക്കെ പൂർത്തിയാക്കി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പുറപ്പെടുകയാണ്. പുറപ്പെട്ട ശേഷം നാദാപുരത്തേക്ക് വളരെ പെട്ടെന്ന് എത്തേണ്ടതുണ്ട്. അച്ഛനെയും അമ്മയൊക്കെ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട്. ഇനി അവിടെ എത്തിയ ശേഷം വീട്ടുകാരുടെ കയ്യിൽ നിന്ന് കേൾക്കേണ്ടതൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരുമെന്നുള്ള ഒരു ടെൻഷനുണ്ട്. എന്തായാലും എത്തിക്കഴിഞ്ഞാൽ സാധാരണ ഇത്തരം നിലയിൽ പെട്ടെന്ന് ഒന്ന് പോയി അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം പറയാറുണ്ട്, വീട്ടിലേക്ക് വിളിച്ച് പറയാറുണ്ട്. എല്ലാം വളരെ പെട്ടെന്നുള്ള പ്ലാനാണ് പൊതുവെ. ഇനിയിപ്പോൾ അടുത്ത ട്രക്കിംഗ് അടക്കം പ്ലാൻ ചെയ്തിട്ടുണ്ട്. സ്ഥിരമായി ട്രക്കിംഗ് നടത്തുന്നതാണ്. അപ്പം ഇനിയുള്ളത് വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്.